ഹായ് ഹലോ, എന്ത് പറയണു? ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് വിഷു വരാൻ പോകുന്നു. എന്താ പറയുക, പുണ്യമാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയമാണല്ലേ. ചിലർക്ക് എന്നാലും ഇങ്ങനെ അതായത് നമുക്ക് ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുവാനായിട്ടുള്ള ഒരു സമയമാണ്. ദൈവത്തിങ്കിലേക്ക് നമ്മൾ കൂടുതൽ ചേർക്കപ്പെടാനായിട്ട്, അതായത് കൂടുതൽ അടുക്കാനായിട്ടുള്ള മാസങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ശ്രമിക്കുന്നവർക്ക്. പക്ഷേ എല്ലാവരും അതിന് ശ്രമിക്കാറില്ല. മിക്കവരും പറയും, അതായത് ഞങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല, പിന്നെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ചേച്ചി. എത്ര വർഷങ്ങളായി ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് നടന്നു കിട്ടുന്നില്ല എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വർഷങ്ങളോളം പ്രാർത്ഥിച്ച കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് കൂടുതൽ നടക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥനയിലേക്കും കാര്യത്തിലേക്കൊക്കെ കൂടുതൽ അടുത്തത് കൃപാസനത്തിൽ പോയി തുടങ്ങിയപ്പോഴാണ്. അതിന് മുന്നേ ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവായി കിട്ടുന്നത്. അല്ലാത്തവരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ആയി പ്രാർത്ഥിക്കുന്നു, പക്ഷേ എനിക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരാണ്. അതായത് നമുക്ക് കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നുകിൽ എന്തോ എവിടെയോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അത്രയും അർപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം നടന്നു കഴിഞ്ഞെന്നാൽ എന്തെങ്കിലും ദോഷം കാണുമായിരിക്കും. അതായത് കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം ആയിട്ടില്ല എന്ന് വേണം ഒരു രീതിയിൽ കരുതാനായിട്ട്. പിന്നെ മറ്റൊരു രീതിയിലുള്ള തടസ്സങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഈ ഒരു മുടക്കം എന്ന് പറയുന്നത്. ചിലർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പോൾ ഈ പറഞ്ഞവരെ പോലുള്ളവർ കുറേ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പിന്നെ ആ പ്രാർത്ഥന അങ്ങോട്ട് നിർത്തും. അതോടുകൂടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ദോഷഫലങ്ങൾ കൂടുതലായിട്ട് വരികയുള്ളൂ. നമുക്കൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാതെ നമ്മൾ തളർന്ന് പലരും ആത്മഹത്യയിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തായാലും ഞാൻ പിടിച്ച് മേടിച്ചേ അടങ്ങുള്ളൂ. അതായത് നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിൽ നിന്ന്. അതായത് നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങിക്കണം. ചില കാരണവന്മാരെ കണ്ടിട്ടില്ലേ, മക്കൾക്ക് വീതം വെച്ച് കൊടുക്കാതെ, അതായത് അവർ എത്ര ഏജ് ആയെന്നുണ്ടെന്നുണ്ടെങ്കിലും, അതായത് ഈ കുട്ടികൾ എത്ര ഏജ് ആയാലും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ചു തുടങ്ങിയാലും കുടുംബവുമൊക്കെ ആയിട്ട് ജീവിച്ചു തുടങ്ങിയാലും ഈ കാരണവന്മാരെന്ത് ചെയ്യുമെന്നറിയാവോ? ഈ പറയുന്ന ഷെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല, അവരിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിലരെന്ത് ചെയ്യും? അത് ചോദിച്ചു വാങ്ങിക്കും, പല രീതിയിൽ ചോദിച്ചു വാങ്ങിക്കും. നേരെ ചോദിച്ച് വാങ്ങിക്കും, മറ്റുള്ളവർ വഴി റെക്കമെൻഡ് ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും, അതും അല്ലെങ്കിൽ നിയമപരമായിട്ട് ശ്രമിക്കും. നമ്മളിതുപോലെയാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പല വഴിക്ക് ചോദിച്ചു വാങ്ങിക്കണം. ചില സമയത്ത് നമുക്ക് നേരിട്ട് ചോദിച്ചാൽ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെക്കമെൻഡേഷൻ. അതാണ് ഈ മധ്യസ്ഥന്മാർ. ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് നേടുന്ന, ഇപ്പോൾ ഉടമ്പടി എടുത്തും അങ്ങനെയൊക്കെ നേടുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒരാളെ മധ്യസ്ഥം നിർത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അപ്പൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഡയറക്റ്റ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ തന്നെ എന്ത് ചെയ്യും? ഊട്ടിച്ചെന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയും. അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അമ്മ വഴി ഇങ്ങനെ പോയിട്ട് അപ്പൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിച്ച് നമ്മൾ കാശൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചെടുക്കും. ഇല്ലേ? കൊച്ചുകുട്ടികളുടെയൊക്കെ ഒരു മെയിൻ പരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വഴി തേടിക്കൊള്ളുക. അല്ലാതെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ, ഈ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പ്രാപ്തയാക്കിയിട്ടുണ്ട് എങ്കിൽ, അത് എൻ്റെ ഒരു പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്, എൻ്റെ ആ ഒരു വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കിട്ടും എന്നത് ഉറപ്പാണ്.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പരീക്ഷണങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ തീവ്രമായിട്ട് നമ്മൾ അതിലേക്ക് അടുത്തടുത്ത് ചെല്ലണം. എത്രമാത്രം എനിക്ക് കിട്ടാതാകുന്നു, അല്ലെങ്കിൽ എത്രമാത്രം എന്നെ തള്ളിക്കളയുന്നു, അതിലപ്പുറം ഞാൻ നിന്നോട് അടുക്കും എന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് തന്നെ, ആ ഉറച്ച വിശ്വാസത്തിൽ തന്നെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് ഉറപ്പാണെന്നേ. ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇപ്പം ഈ ഈസ്റ്ററിൻ്റെ ക്രിസ്ത്യൻസിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ഈസ്റ്ററിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും നോമ്പും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ദൈവസന്നിധിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇപ്പം പല ദിവസങ്ങളുണ്ടായിരുന്നു. ഓശാന ഉണ്ടായിരുന്നു, ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു, പെസഹ വ്യാഴാഴ്ച ഉണ്ടായിരുന്നു, ഈസ്റ്റർ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല സമയങ്ങളിൽ നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ആ ചെല്ലുന്ന സമയങ്ങളിൽ മറ്റുള്ള ദിവസത്തെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ഒരു ചേഞ്ച്, അതായത് നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം അവിടെ ഫീൽ ചെയ്തോ? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോന്നൽ അവിടെ വെച്ചുണ്ടായോ? നല്ലൊരു പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് അവിടെ വെച്ച് കിട്ടും എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞത്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പലതും ഫീൽ ചെയ്യും അവിടെ വെച്ചിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ കുർബാന അർപ്പിക്കുന്ന സമയമാണ്. അതായത് ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള കുർബാന അർപ്പിച്ച ആ ഒരു സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് എത്ര കാര്യങ്ങൾ, അതായത് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ കർത്താവേ, അതായത് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുരിശിൽ തറച്ച് ഈ ഒരു പുനരുദ്ധാരണത്തിന് ശേഷം ഞാൻ ആദ്യമായി ചോദിക്കുന്ന 2 കാര്യങ്ങൾ, എനിക്ക് അത്രയും അത്യാവശ്യമുള്ള 2 കാര്യങ്ങളാണ്. അതെനിക്ക് നീ സാധിച്ചു തന്നേ പറ്റുള്ളൂ, അതെനിക്ക് സാധിച്ചു തരണം, അല്ലാതെ വേറെ വഴിയില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച കാര്യമാണ്. ഇന്ന് ഞാനത് അനുഭവിക്കുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് ഞാൻ അനുഭവിച്ചറിയുന്നു. 2 ദിവസം പോലും കഴിഞ്ഞില്ല, എനിക്കത് സാധിച്ചു കിട്ടി. എൻ്റെ മനസ്സിൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ച് ഞാൻ ചോദിച്ചത് അതെനിക്ക് എൻ്റെ യേശുവപ്പ തന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്കറിയാൻ പറ്റില്ല, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നമ്മൾ അത്രയും അതിലേക്ക് ഇൻവോൾവ് ആയി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിസരം അറിയുകയേയില്ല. നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എന്ത് കാര്യത്തിൽ ഇപ്പം നമ്മൾ അമ്പലത്തിലാണെന്നുണ്ടെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിഷു ഒക്കെ അല്ലേ വരുന്നത്, വിഷു കൈനീട്ടം കാര്യങ്ങളും ഒക്കെ കണി കണ്ട് നമ്മൾ കൃഷ്ണനോട് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാന്ന്, എനിക്ക് നല്ലൊരു കൈനീട്ടം തരണേ ഭഗവാനെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ന കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കടന്നു പോകുന്നു, എത്ര നാളായി ഞാൻ നിന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നു, എൻ്റെ കണ്ണ നീ അല്ലാതെ എനിക്ക് ആരുമില്ല ആശ്രയം, നീ എനിക്കത് സാധിച്ചു തന്നേ പറ്റൂ, നല്ലൊരു കൈനീട്ടമായിട്ട് എൻ്റെ ഈ ഒരു അപേക്ഷയെ നീ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണം. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചത്. അതായത് നമ്മൾ ഈ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയത്തില്ലേ, അപ്പോൾ അതുപോലെ നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ ആ ഒരു കോൺവെർസേഷൻ, അതാണ് നമുക്ക് ആവശ്യം. നമ്മളിൽ ഒരു ശക്തി ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മളിതിനോട് കൂടുതൽ അടുക്കും തോറും നമുക്ക് അറിയാൻ പറ്റും. കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കൊരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, അല്ലെങ്കിൽ മറ്റാരും തന്നെ നമുക്ക് ചുറ്റുമില്ല നമ്മളെ ഒന്ന് സഹായിക്കാൻ, ഒരു കൈ താങ്ങാനായിട്ട് ഒരു മനുഷ്യനില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കൂ. അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും ദൈവം കൈവിടില്ല എന്നുള്ളത് 100-110% ഉറപ്പാണ്. ഞാനാണ് ആ ഉറപ്പ്. ഒരു കാരണവശാലും നമ്മളെ കൈവിടത്തില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉചിതമായിട്ടുള്ള സമയത്ത് ഉചിതമായിട്ടുള്ള ആ കാര്യം നടത്തി തരിക തന്നെ ചെയ്യും. എന്തൊക്കെ ഇത് വന്നാലും ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നീ എൻ്റെ കൈ പിടിച്ചിരിക്കുന്നു, എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, എന്നോട് കൂടെ വരുന്നു, എന്നോട് കൂടെ വരും, ഞാൻ ആ കൂടെ സഞ്ചരിക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു ആപത്തും സംഭവിക്കില്ല. എത്ര വലിയ തീച്ചൂളയിലൂടെ കടന്നു പോയാലും, അല്ലെങ്കിൽ എത്രയധികം ബുദ്ധിമുട്ടുകളിലൂടെ നരകയാതനകളിലൂടെ ഞാൻ കടന്നു പോയാലും എന്നെ എൻ്റെ ദൈവം രക്ഷിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോയി. എന്തിനാ ഇങ്ങനെ ഈ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? എത്ര പേര് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കിനി മടുത്തു, ജീവിതം മടുത്തു, അത് അങ്ങനെ ശരിയാവുന്നില്ല, ഇങ്ങനെ ശരിയാവുന്നില്ല, പുറത്തേക്ക് പോകാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല, പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു, ഇനി എനിക്കതല്ലാതെ വേറൊരു വഴിയില്ല, കടക്കെണി അങ്ങനെ, കടക്കെണി ഇങ്ങനെ. ഈ പറയുന്ന എനിക്ക് എത്രമാത്രം കടമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഒരുപാടുണ്ടോ. പക്ഷേ ഇത് വലിയ കാര്യമായിട്ട് ഇങ്ങനെ എപ്പോഴും 24 മണിക്കൂർ നമ്മൾ അതോർത്തൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമുണ്ട്. അതൊക്കെ അതിൻ്റെതായ സമയത്ത് മാറ്റിത്തരാനായിട്ടുള്ള ഓരോ വഴികളും എൻ്റെ തമ്പുരാൻ എനിക്ക് തുറന്നു തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊന്നും കടവില്ലാത്ത മനുഷ്യരൊന്നും ഇല്ല.
എല്ലാവരും ഇങ്ങനെ കെട്ടുകണക്കിന് ക്യാഷും പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും അല്ല. മിക്കവർക്കും ഒരു 90% ആളുകൾക്ക്, നമ്മൾക്ക് ലക്ഷങ്ങളാണെന്നുണ്ടെങ്കിൽ 10,000-ങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കോടികളായിരിക്കും. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ നടപ്പിലും എടുപ്പിലും പ്രവൃത്തിയിലും ഒന്നും ഇതൊന്നും മറ്റുള്ളവരെ അറിയിക്കുന്നില്ല. നമ്മളിങ്ങനെ ഈ കാണുന്നത് മുഴുവൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ. നമ്മളിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ മാത്രമേ അത് ഉപകരിക്കുള്ളൂ. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് കിട്ടും, ഞാനത് മേടിച്ചെടുക്കും, എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാനത് മേടിച്ചെടുക്കും എന്ന പൂർണ്ണ ഉറപ്പോടുകൂടി ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിക്കേ. എല്ലാ ദിവസവും ഡെയിലി മുടങ്ങാതെ വേറെ എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കറക്റ്റ് ടൈം വയ്ക്കുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ടിറങ്ങാം. ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 5:30 എന്നൊരു സമയമുണ്ടെങ്കിൽ 5:30-ക്കാണ് രാവിലെ എൻ്റെ പ്രാർത്ഥന. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തീർത്തിട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മൾ പ്രാർത്ഥിക്കും. അത് നമ്മുടെ കാര്യമാണ്. നമ്മൾക്കത് പല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ മറ്റുള്ളവരെ അവരെന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും, ഞാൻ അവിടെ പോയാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ചിന്തകളൊന്നും ആവശ്യമില്ല. ഞാനും എൻ്റെ ദൈവവും ഞങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിടയിലുള്ള ആ റിലേഷൻ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന ചിന്തയെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കാര്യം നടന്നിരിക്കും. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുക. കരഞ്ഞ് നിലവിളിച്ച് ചോദിക്കുക, നടക്കും. ഉറപ്പാണ്. 100-110% ഉറപ്പാണ്. നടത്തിത്തരും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്ന ഒരു വിശ്വാസത്തിൽ നമുക്ക് കൃതജ്ഞതാ പ്രാർത്ഥനകൾ വരെയുണ്ട്. നമ്മളൊരു കാര്യം എഴുതി വെച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, വളരെ പെട്ടെന്ന് നടക്കും. ഇതൊക്കെ പല വിധത്തിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ വിജയം കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ അത് പൂർണ്ണമായിട്ടും നമ്മളത് അർപ്പിച്ച് പ്രാർത്ഥിക്കണം. പൂർണ്ണമായിട്ടും നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ പകുതി അങ്ങോട്ടേക്ക് ചാടുമോ ഇങ്ങോട്ടേക്ക് ചാടുമോ, എനിക്കിത് ശരിയാകുമോ എനിക്കിത് ശരിയാകത്തില്ലേ, ഇന്ന് പറയും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും, നാളെ പറയും എന്തോരം പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നടക്കേണ്ട കാര്യങ്ങൾ എനിക്ക് നടത്തി തരും എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണോ? ചിലരുണ്ട് ഈ ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉച്ചയുറക്കത്തിലേക്ക് പോകുന്നവർ. ചിലർ ചോദിച്ചു ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ തന്നെ ഒന്ന് മയങ്ങുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ റിലാക്സ് ചെയ്തൊന്ന് കിടക്കുന്നത് ഒരുപാട് നല്ലതാണ്. നമുക്ക് ഓരോ ഏജിലും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം കൂടിക്കൂടി വരികയല്ലേ ചെയ്യുന്നത്. പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഒട്ടും തന്നെ റെസ്റ്റ് ഇല്ലാണ്ട് ഞാൻ മണിക്കൂറുകളോളം പണിയെടുത്തിട്ടുള്ളതാണ്. പകൽ സമയത്ത് ഞാൻ ഉറങ്ങാറില്ല അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാറില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ഏജിനനുസരിച്ച് നിങ്ങൾക്ക് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ട സമയങ്ങളിൽ റെസ്റ്റ് കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഈ ഇപ്പം എൻ്റെയൊക്കെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോളൊക്കെ ഇപ്പോൾ 10th-ലാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അവർ കിടക്കുന്നിടം വരെ നമുക്ക് ഉറക്കം വരത്തില്ല. ഓരോന്നിങ്ങനെ ചകഞ്ഞും മാന്തിയൊക്കെ അതിലേക്ക് ഇങ്ങനെ നടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ അവർ അങ്ങനെ പാരൻസ് ഉണ്ട്. ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ചില കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ താല്പര്യം, ചിലർക്ക് പകൽ സമയത്ത് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ രാത്രി ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ വരാതെ നമ്മൾ കിടന്നാൽ തന്നെ നമുക്ക് ഉറക്കം വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആ ഒരു ഡ്യൂറേഷൻ, വെളുപ്പിനെ രാവിലെ എഴുന്നേൽക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് മണിക്കൂറുകൾ വളരെ കുറച്ചായിരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ളവരൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പകൽ സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് ഒരു അരമണിക്കൂർ മതിയെന്നേ, അരമണിക്കൂർ ഒന്ന് കിടന്നൊന്ന് മയങ്ങാനായിട്ടുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ചുവരുണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് ആരോഗ്യമായിട്ടിരുന്നെങ്കിൽ മാത്രമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് അധ്വാനിക്കാനും വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നടക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. അതെൻ്റെ വിശ്വാസം. എന്തുകൊണ്ട് നീ അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ എങ്കിൽ അത് എങ്ങനെ നടക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നടക്കും, ഉറപ്പാണത്. ഇല്ലേ? നമുക്ക് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ ഒരുപാട് ചിന്തകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കൊരു വിശ്വാസം അത് നടക്കുമെന്ന്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ നടക്കും.
അത്രയും ഉറച്ച് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പ്രാർത്ഥിക്കാൻ മറന്നു പോകില്ല കേട്ടോ. രാവിലെയും വൈകിട്ടും നല്ല ഉറപ്പായിട്ടും നല്ല നല്ല എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ടിറങ്ങി. അതുപോലെ എന്ത് നല്ല കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് അർപ്പിച്ചിട്ട്, അതായത് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചതിന് ശേഷം ഒന്ന് ഇറങ്ങി നോക്ക്. ആ കാര്യം വിജയിക്കുക തന്നെ ചെയ്യും. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.